നമ്മുടെ കഥയുടെ സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലോ, രാത്രിയിൽ ഒരു കൊടുങ്കാട്. ആ കാടിൻ്റെ നടുവിലൂടെ വളഞ്ഞു തിരിഞ്ഞൊക്കെ ഒരു ചെറിയ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എവിടുന്നോ വരുന്നൊരു ജീപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം സ്റ്റാർട്ടാവുന്നത്. കാട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരം ഫോറസ്റ്റ് ലുക്ക്, ചുറ്റിനും മുടിഞ്ഞ മഞ്ഞും ഒടുക്ക തീരിട്ടും. അതൊരു പോലീസ് ജീപ്പാണ്. അത്യാവശ്യത്തിന് സ്പീഡിലാണ് ജീപ്പ് പോകുന്നത്. മാത്രമല്ല, ആ പോലീസ് ജീപ്പിൽ ആരോ കാര്യമായിട്ട് ഹാൻഡ്കഫൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ജയിൽ പുള്ളിയായിരിക്കാം, അല്ലെങ്കിൽ ജയിലോട്ട് പോകുന്ന വേറെ ഏതെങ്കിലും പുള്ളിയായിരിക്കാം. അങ്ങനെ ഒരു കുറച്ച് ദൂരം പോയപ്പോൾ പെട്ടെന്നാണ് അവരെ വണ്ടിൻ്റെ മുന്നിലോട്ട് അതെടുത്ത് ചാടിയത് ഒരു കാട്ടുപന്നി. പന്നിനെ കണ്ട വെപ്രാളത്തിൽ ഡ്രൈവർ ഒറ്റ ഒടിക്കലാണ് അപ്പുറത്തെ കൊക്കയിലോട്ട്. അന്ന് ക്ലാസ് ഒരു 8C. ബാലഭൂമിയും ബാലരമൊക്കെ ഭരിക്കുന്ന ഒരു കാലം. മല്ലിക ടീച്ചറുടെ മാത്സ് ക്ലാസ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ബിക്കോസ് എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് പെരിയ കാര്യങ്ങളിൽ. അന്നത്തെ സൂപ്പർ ഹീറോ മൂവീസും കാർട്ടൂണൊക്കെ കണ്ട് ഇൻസ്പയറായി അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു കഥ ഉണ്ടാക്കും. എന്നിട്ട് അതിലോട്ടുള്ള സ്റ്റോറി ബോർഡ് ഞാൻ തന്നെ ഡ്രോയിങ് ചെയ്ത് അതിലോട്ടുള്ള BGM വരെ ഈ വെളിയിലോട്ടിട്ടിരിക്കുന്ന നാവിൽ നിന്ന് ഞാൻ അപ്പോൾ തന്നെ കമ്പോസ് ചെയ്യുമായിരുന്നു. എന്താ അല്ലേ? യെസ്, എൻ്റെ പേര് ഷാമിൽ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷെ നമ്മുടെ ചാനലിലെ സ്ഥിര കണ്ടന്റ് എന്ന് പറയുന്നത് 2 മണിക്കൂറിൻ്റെ സിനിമയിൽ നിന്ന് 2 മിനിറ്റിൻ്റെ കട്ട്സ് കൊടുത്ത് അതും ഒരു 4 ദിവസം വെച്ച് എഡിറ്റ് ചെയ്യലായിരുന്നു. പക്ഷെ അങ്ങനെ പോയാൽ പോരാ, കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് പണണം. അനിമേഷനിലും ഡ്രോയിങ്ങിലുള്ള പാടുപിടി വെച്ച് പഴയ പരിപാടി അങ്ങ് വയറ്റി നോക്കിയാലോ? യെസ്, ഐ ഡു ഇറ്റ്. അങ്ങനെ നമ്മുടെ കഥയിൽ കൊക്കയിൽ വീണ് കിടക്കുന്ന പോലീസ് ജീപ്പ് ഇങ്ങനെ കാണിക്കുകയാണ്. കൊക്കാന്നൊന്നും പറയാൻ കഴിയില്ല, ഒരു ചെറിയ കുണ്ട്. ഇടിയുടെ ഡെപ്തിൽ ജീപ്പിലുണ്ടായിരുന്ന മറ്റു പോലീസുകാർക്ക് തെറിച്ച് പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് ക്യാമറ നേരെ ജീപ്പിൽ ലോക്ക് ചെയ്ത ഹീറോ ആയിട്ടുള്ള പ്രതിയുടെ ഫേസ് ഇങ്ങനെ കാണിക്കുന്നത്. അത് നമ്മുടെ സൗബിനിക്കാണ്. ഇതാണ് ഇവിടുന്ന് സ്കിപ്പ് അടിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് മനസ്സിലാക്കിയ നമ്മുടെ സൗബിനിക്ക അവിടെ ഉണ്ടായിരുന്ന ഓഫീസറുടെ കയ്യിൽ നിന്ന് ചാവിയെടുത്ത് ഹാൻഡ്കഫേൻ തുറന്ന് കാട്ടിലോട്ട് ഓടി രക്ഷപ്പെടുകയാണ്. പെരിയ കാടെല്ലാം താണ്ടി മലയെല്ലാം താണ്ടി കാടിൻ്റെ നടുവിലോട്ട് ഓടിപ്പോവുകയാണ്. ആ ഓട്ടത്തിൽ കല്ല് തടഞ്ഞ് അവിടെ വീഴുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയത്ത് ബോധം വന്ന സൗബിനിക്ക കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് താൻ ഏതോ ഒരു കാടിൻ്റെ നടുവിൽ ഉൾക്കാട്ടിൽ വന്ന് പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞു പോയി. മഴയൊക്കെ മാറി ഭയങ്കര മഞ്ഞായി. പിന്നെ പുള്ളിക്കാരനാകെ തണുത്ത് വിറച്ച് വയ്യാതെയായി. ആ കാടുണ്ടല്ലോ, രാത്രിയാണോ പകലാണോ എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അത്രയ്ക്ക് മൂടപ്പെട്ട ഒരു ഉൾക്കാടാണത്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോണ്ടല്ലോ, കാടുകൾക്ക് നടുവിലായിട്ട് മഞ്ഞുകളുടെ ഇടയിൽ ഒരു വലിയൊരു ബംഗ്ലാവ് ഇങ്ങനെ തെളിഞ്ഞ് കാണുകയാണ് സൗബിക്കയുടെ മുന്നിൽ. ആ ബംഗ്ലാവിന് അത്യാവശ്യത്തിന് പഴക്കമൊക്കെ ഉണ്ട്. പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. കണ്ടില്ല മൂങ്ങയൊക്കെ. അങ്ങനെ പുള്ളിക്കാരൻ ആ ഒരു വീട്ടിലോട്ട് കയറുകയാണ്. അങ്ങനെ ബംഗ്ലാവൊക്കെ ചുറ്റി കാണുന്നതിനിടയിൽ സൗബിനിക്കാക്ക് ഒരു പയക്കം പിടിച്ചൊരു പെട്ടി കിട്ടുകയാണ്. ആ പെട്ടിയിൽ അതിനെ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ അതിൽ നിന്നൊരു ടോർച്ച് കിട്ടി. അപ്പോൾ ഇനി ബാക്കിയുള്ള എക്സ്പ്ലോർ ടോർച്ച് വെച്ചാവാം എന്ന് കരുതി നമ്മുടെ സൗബിനിക്ക ആ ടോർച്ച് പിടിച്ച് ബംഗ്ലാവിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നു. അപ്പോൾ ആ ഒരു സൗണ്ട് വേറെ എവിടുന്നും ആയിരുന്നില്ല, പുള്ളിക്കാരൻ്റെ വയറ്റുന്ന് തന്നെ ആയിരുന്നു. കാരണം എന്താണെന്നറിയോ? പുള്ളിക്കാരൻ 2 ദിവസം ആയാലും കാട്ടിലകപ്പെട്ടിട്ട്. അപ്പോൾ 2 ദിവസമായിട്ട് പട്ടിണിയാണ്. പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പുമുണ്ട്. അപ്പോൾ ആ ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിൽ കഴിക്കാൻ പറ്റിയ പഴയ മിച്ചറോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു. സൗബിനിക്ക് അവിടെയൊക്കെ കാര്യമായിട്ട് തപ്പുന്നുണ്ട്. അവസാനം ഒന്നും കിട്ടാഞ്ഞിട്ട് ആകെ ടയേർഡായി പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറക്കം ഡിസ്റ്റർബ് ആക്കുന്ന ആ ഒരു ശബ്ദം മുകളിൽ നിന്നാണെന്ന് മനസ്സിലാക്കി നമ്മുടെ സൗബിനിക്ക വീടിൻ്റെ തട്ടുംപുറത്തോട്ടുള്ള സ്റ്റെയർ കേസൊക്കെ കയറിപ്പോയി നോക്കുകയാണ്. അവിടെ ഒരു റൂമിലുണ്ടല്ലോ, ഒരു ചുമരിലായിട്ട് ഒരു ചെറിയൊരു ഒരു ഹോള്. അപ്പോൾ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നിന്നാവോ ഇനി ശബ്ദം കേട്ടത്, അതോ ആ ഹോളിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ ചിന്തിച്ച് പുള്ളിക്കാരൻ അതിൻ്റെ ഉള്ളിൽ കയ്യൊക്കെ ഇട്ട് കാര്യമായിട്ട് തപ്പുന്നുണ്ട്. അത്ഭുതം എന്ന് പറയാലോ, പുള്ളിക്കാരൻ അതിൻ്റെ അകത്തുനിന്നൊരു ഇറച്ചി കഷ്ണൊക്കെ പോലത്തെ ഒരു സംഭവം കിട്ടുന്നു. ഇതെന്താണ്, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസോ എന്നൊക്കെ കരുതി കൂടുതൽ അലൈൻമെൻ്റ് നോക്കി ആസ്വദിക്കാൻ നിന്നില്ല. നേരെ അതങ്ങ് ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല വറുത്ത് പൊരിച്ച് കഴിച്ചു. അപ്പോൾ ഈ കൊട്ടക്കാട്ടിലൂടെ ഗരം മസാല എന്നൊന്നും ചോദിക്കരുത്, നമ്മുടെ കഥയിൽ ലോജിക്ക് ഇച്ചിരി കുറവാണ്. അങ്ങനെ ഫുഡ് അടിച്ച് ഹാപ്പിയായി ഉറങ്ങുന്ന നമ്മുടെ മച്ചാൻ
വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇത്തവണ കേട്ട ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതൊരു പെൺകുട്ടി കരയുന്ന ശബ്ദമായിരുന്നു. അപ്പോൾ നേരത്തെ ഒരു ശബ്ദം കേട്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് പോയി നോക്കുന്ന നമ്മുടെ സൗബിനിക്ക കാണുന്നത് നേരത്തെ കഴിച്ച ബ്രസ്റ്റ് പീസിൻ്റെ ആൾ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതൊരു പ്രേതമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ സൗബിനിക്കാക്ക് അത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അവരോട് ചോദിക്കുകയാണ്, ആരാണ്, എന്താണ്? അപ്പോഴാണ് സൗബിനിക്ക ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. താൻ 65 ഒക്കെ ഉണ്ടാക്കി കഴിച്ചത് ആ പാമ്പിടിച്ച പ്രേതത്തിന്റെ ഹൃദയമായിരുന്നു എന്ന സത്യം. പ്രേതം സൗബിനിക്കാനെ താഴത്ത് നിർത്താതെ പറപ്പിച്ചു. അങ്ങനെ ഓടിപ്പോയി രക്ഷപ്പെടുന്ന വാതിലിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിൽ വെച്ച് നിലം പൊളിഞ്ഞ് താഴത്തോട്ടങ്ങ് പോയി. അങ്ങനെ നമ്മുടെ കഥ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലോട്ട് പോവാണ്. വർഷം ഒരു 1933. അക്കാലത്ത് ജീവിച്ചിരുന്ന ഒലിവർ എന്ന ഒരു സായിപ്പിൻ്റെതായിരുന്നു ആ ഒരു ബംഗ്ലാവ്. നാട്ടിലെ യുദ്ധം കലാപമൊന്നും സഹിക്കാൻ വയ്യാതെ കാട്ടിൽ പോയി ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന ഒറ്റ മൈൻഡുള്ള നമ്മുടെ സായിപ്പും ഭാര്യയും. ഭാര്യയുണ്ടോ? ഭാര്യയുടെ പേര്? ഭാര്യനെ വേണമെങ്കിൽ സിമ്പിളായി സൂസൻ എന്നൊരു പേരിടാം. കല്യാണം കഴിഞ്ഞ് കുറേ വർഷമായിട്ടുണ്ടെങ്കിലും അവർക്ക് അങ്ങനെ മക്കളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ, ആ നല്ല മനുഷ്യനായിട്ടുള്ള സായിപ്പ് ആ ഒരു ബംഗ്ലാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. അങ്ങനെ നമ്മുടെ മദാമയായിട്ടുള്ള സൂസൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. പുള്ളിക്കാരി വേറൊരു കല്യാണം കഴിച്ചു. അതിൽ പിന്നെ 3 മക്കളായി. പക്ഷെ അതിന് ശേഷമായിരുന്നു യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുടെ തുടക്കം. ഈ സൂസൻ്റെ 2ാം ഭർത്താവ് തൊട്ട് തൻ്റെ മക്കൾ വരെ ഓരോരുത്തരായി ഓരോ കാരണങ്ങളാൽ ആ ഒരു ബംഗ്ലാവിൽ മരണപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇതിനെല്ലാം കാരണം തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ പ്രേതമാണ് എന്നാണ് സൂസൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി വടക്കിൽ നിന്ന് ഒരു പ്രശസ്തനായ ഒരു മന്ത്രവാദിയെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. തമ്പ്ര, മനയിലെ ചാത്തന തളിക്കുന്ന കാര്യം ഇച്ചിരി ചടങ്ങാണ്. നമ്മൾ എപ്പോൾ പുറപ്പെടും? മനയിലല്ല, അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലാണെങ്കിലും കയറും പൊക്കി. പേര് കൊടുമൻ പോറ്റി. അങ്ങനെ ഒടുവിൽ ആ ഒരു സത്യം കണ്ടെത്തി. മദാമയായിട്ടുള്ള സൂസന്റെ വിശ്വാസം തെറ്റായിരുന്നില്ല. തൻ്റെ മക്കളുടെയും 2ാം ഭർത്താവിൻ്റെയും എല്ലാം മരണത്തിന് ഉത്തരവാദി തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ പ്രായം തന്നെ ആയിരുന്നു എന്ന്. എന്നാൽ പോറ്റി മറ്റൊരു സത്യം കൂടെ കണ്ടെത്തി. മദാമയുടെ ആദ്യ ഭർത്താവായ ഒലിവർ എന്ന സായിപ്പ്, അദ്ദേഹം തൂങ്ങിയതല്ല തൂക്കിയതാണ് എന്ന സത്യം. അത് വേറെ ആരും ആയിരുന്നില്ല, താൻ ജീവനോളം സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെ, തൻ്റെ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി കോടീശ്വരനായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ ഒറ്റമൈൻറ്റും പറഞ്ഞ് പറ്റിച്ച് കാട്ടിൽ കൊണ്ടുപോയി വീട് വെച്ച് നൈസായിട്ട് അങ്ങ് കൊന്നു. അവിടെ പിന്നെ ആരും അറിയാനൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ പോറ്റി കൂടുതൽ CB ഒന്നും കളിക്കാൻ നിന്നില്ല. അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം പുള്ളിക്കാരന് മനയിൽ ചെന്ന് ചാത്തനെ തളയ്ക്കാൻ. അങ്ങനെ ഉണ്ടല്ലോ, കൊല്ലപ്പെട്ട തൻ്റെ 2ാം ഭർത്താവിൻ്റെ ഹൃദയം എടുത്ത് അതിലോട്ട് തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ ആത്മാവിനെ ആവാഹിച്ചു വെച്ചു. എന്നിട്ട് ആ ഒരു ഹൃദയം ആ ഒരു ബംഗ്ലാവിൻ്റെ ചുമലിൽ തന്നെ പുള്ളിക്കാരൻ അടക്കം ചെയ്തു. അപ്പോൾ ആ ഒരു ഹൃദയമാണ് സൗബിനിക്ക കുക്ക് ചെയ്ത് നേരത്തെ കഴിച്ചത് എന്ന് പറയപ്പെടുന്നു. എവിടെ പറയപ്പെടുന്നു? ഞാൻ ഇതിൽ പറയപ്പെടുന്നു. കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. സൗബിനിക്ക പിടിച്ചതും വരവെച്ച് കഴിച്ചതും ഈ പറഞ്ഞ ഹൃദയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രാതപിനേത. ഈ പ്രാധാന്യത്തിനാ സൗബിനിക്കാനെ പിടിച്ച് ഭിത്തി കയറ്റിയത്. പകരം ഭർത്താക്കുമാരുടെ പ്രാതം വരട്ടെ. റോങ്. അതായത് ഈ സംഭവം നടന്നിട്ട് കുറേ വർഷമായി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സൗബിനിക്കക്ക് മുൻപ് അവിടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സൗബിനിക്ക ആദ്യം വന്ന സമയത്ത് അവിടെ നിന്നൊരു ടോർച്ചുള്ള ഒരു പെട്ടി കിട്ടിയത്. അപ്പോൾ ആ ഒരു പെട്ടിയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതിലൊരു മാപ്പും പിന്നെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന പെണ്ണിൻ്റെ പ്രായമായിരിക്കും അത്. അപ്പോൾ ആ പെണ്ണൊരു ട്രാവലർ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണല്ലോ കുട്ടീൻ്റെ കയ്യിൽ മാപ്പൊക്കെ കണ്ടില്ല. അപ്പോൾ ഇതൊരു ലൂപ്പ് പോലെയാണ്. അപ്പോൾ നാളെയും വേറെ ആരെങ്കിലും ഇതുപോലെ ഈ കാട്ടിൽ വഴി തെറ്റി വരും. ആ ഒരു ബംഗ്ലാവിലെ ആ ഒരു മുറിയിൽ ആ ഒരു ചുമരിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൈയിടാൻ നോക്കുമ്പോൾ ആ ഹോളിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതപ്പോൾ എന്താ കിഡ്നി വല്ലതും വേണം?